ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ. ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുന്നേ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയാലും ചെറിയ ആലോചന ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും, നമുക്ക് പേര് മാറ്റിയേക്കാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എഗെയിൻ മൂന്നാർ. പക്ഷേ ഈ തവണ പോകുന്നത് ചേച്ചിയുടെയും അളീൻ്റെയും കൂട്ടത്തിലാണ്. അവർ നാട്ടിൽ വന്നപ്പോൾ എങ്ങോട്ട് ട്രിപ്പ് പോകുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊരു സ്ഥലവും പറയില്ലായിരുന്നു, മൂന്നാർ. ഈ വിൻ്റർ സീസണിൽ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ് മൂന്നാർ. നമ്മൾ രാവിലെ ഒരു 6:30 ആക്കിയപ്പോൾ തന്നെ ഇറങ്ങി. രാവിലെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് എനിക്കാൻ താമസിച്ചുപോയി. നല്ല തെളിഞ്ഞ ആകാശം. നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മഞ്ഞും ആ തണുപ്പുമായിരിക്കും അല്ലേ. ഈ ക്ലൈമറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാറും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങനെ രാവിലെ അമ്മയോട് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. ആക്ച്വലി അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. നമ്മൾ മൂന്നാർ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ടിലെ നല്ല നല്ല കാഴ്ചകളും ഒരു ദിവസം കൊണ്ട് നമുക്ക് മൂന്നാർ കാണാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളും എല്ലാം കൂടെയുള്ളൊരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണിത്. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് പോകുന്ന വഴിക്ക് നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കാണാമായിരുന്നു. പെരുന്താനം കോളേജിന് ഓപ്പോസിറ്റ് ക്ലൗഡ് ബെഡ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു വിഷ്വലുണ്ട്, കാണിച്ചു തരാം. ഗ്യാബ് റോഡിലെ ടോളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ നിങ്ങൾ വരുമ്പോൾ ഫാസ്റ്റാഗൊക്കെ ചാർജ് ചെയ്തിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരും. ടോൾ കഴിഞ്ഞ് വരുമ്പോൾ ഗ്യാബ് റോഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ് ദേ കാണുന്നത്. ഇതാ കാണുന്നിടത്താണ് ചൊക്രാമുടി ഹിൽസ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടെയാണ് ചൊക്രാമുടി ഹിൽസ്. പക്ഷെ നമ്മളിന്ന് പോകുന്നത് മാൻല എസ്റ്റേറ്റിലേക്കാണ്. ഡോർ ടു ഹെവൻ എന്നാണ് ആ സ്ഥലത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കുന്ന പോലെ തോന്നും എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. ഗ്യാബ് റോഡിലെ വാലി വ്യൂ പോയിൻറ്റും കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റൈറ്റ് എടുത്ത് ഈ ചെക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. പക്ഷേ പിന്നെയും ഗൂഗിൾ മാപ്പ് ചതിച്ച്. മണീല എസ്റ്റേറ്റ് പോയി പാണക്കടുത്ത് റൈറ്റ് മാനല എസ്റ്റേറ്റ് ഇത് അലോട്ടില്ല ഈ ബ്രേക്ക് ചെക്ക് പോസ്റ്റിലുള്ള അപ്പച്ചൻ പറഞ്ഞു തന്ന വഴിയും വേറെ ഏതാ വഴിയായിരുന്നു. ശരിക്കുള്ള വഴി മൂന്നാറിൽ നിന്ന് ദേവികുളം വന്ന് ഈ കാണുന്ന ലെഫ്റ്റ് എടുത്ത് വേണം പോകാൻ. ദേവികുളം പോലീസ് സ്റ്റേഷനും ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയെല്ലാം ഈ വഴിക്കാണ്. ഈ കാണുന്നതാണ് ദേവികുളം പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ജംഗ്ഷൻ കാണാം. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് പോകാൻ. ഈ വഴിയാണ് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയും അതിനോട് ഓപ്പോസിറ്റ് നമുക്ക് സബ് ജയിലും കാണാൻ പറ്റും. പോലീസ് സ്റ്റേഷനും കോടതിയും സബ് ജയിലും എല്ലാം ഉണ്ടായിട്ടും വഴി വളരെ മോശമായിരുന്നു. വീതി കുറവായതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ. അങ്ങനെ ഒടുവിലിത് നമ്മൾ മാൻല എസ്റ്റേറ്റിൻ്റെ ഡോർ ടു ഹെവൻ ആ പോയിന്റിലെത്തി. ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. നേരത്തെ അങ്ങനെ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പെർ ഹെഡ് നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. നമ്മളെ കണ്ടപ്പോഴേ അവിടുത്തെ ചേട്ടൻ ഇറങ്ങി വന്നു. പെർ ഹെഡ് 50 രൂപ എന്നുണ്ടോ പുള്ളി പറയുന്നത്. നേരത്തെ എവിടെയെങ്കിലും ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഉള്ളതായിട്ട് എനിക്കറിയില്ല, പക്ഷേ പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഡ്രോൺസ് റെസ്ട്രിക്റ്റഡും ആക്കി. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇവിടുത്തെ ഡ്രോൺ വീഡിയോസ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ ഇനി അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ആക്ഷൻ ക്യാം വെച്ചിട്ട് ചെറിയൊരു ട്രൈ ചെയ്ത് നോക്കി.
ശരിക്കും ഇതൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. ഈ തേയിലത്തോട്ടത്തിന് നടുക്ക് നിന്നിട്ട് ഈ ക്ലൗഡ് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ കിട്ടും. നിങ്ങൾ മൂന്നാർ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് മാണില എസ്റ്റേറ്റ്. വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അന്നക്കുട്ടി. 5 മാസമായുള്ളൂ കേട്ടോ. 5 മാസമായപ്പോഴേ അവൾ മൂന്നാർ കണ്ടു. ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിലാണ് മൂന്നാർ കാണുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഒരുപാട് കുട്ടികളും ഉണ്ട്. ഇവിടെ ഒരു കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഈ കലോത്സവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പണ്ട് കലോത്സവം എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നൊക്കെയാണ് ഓർമ്മ വരുന്നത്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ. എന്ത് നല്ല കാലമായിരുന്നല്ലോ അതൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് റിസോർട്ടിലേക്കാണ്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് നമുക്ക് പോകാൻ. അതായത് KSRTC സ്റ്റാൻഡിന് തൊട്ട് മുന്നേ റൈറ്റ് കയറി വേണം നമുക്ക് പോകാൻ. ഈ വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ. റോഡ് മോശമാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. അതായത് ഈ പച്ചപ്പിന് നടുക്ക് ഈ ചുവന്ന പൂക്കൾ കാണുമ്പോൾ, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും ആഫ്രിക്കൻ ടുലിപ്പ് ട്രീ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഞാൻ വേറൊരു പേര് കേട്ടിട്ടുണ്ട്, ഗുൽമോഹർ എന്ന് പറയുന്ന പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ എന്നറിയില്ല, പക്ഷേ അതങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടായിരുന്നു. അവർ ആ ലാൻഡ്സ്കേപ്പ് എല്ലാം അത്ര എൻജോയ് ചെയ്താണ് കേട്ടോ പോകുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ വഴി. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ്. ഇതുപോലെ ഒരുപാട് വീടുകൾ നമുക്ക് ഈ വഴിക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വഴിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ട്രക്കുണ്ട്. ഈ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ആ ട്രക്ക് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ചെറുതായിട്ട് മഴ തുള്ളാൻ തുടങ്ങി. ഈ തേയിലത്തോട്ടം കഴിഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ആ ഫോറസ്റ്റ് ഏരിയക്കകത്താണ് നമ്മുടെ റിസോർട്ട്. ഈ കാണുന്നതാണ് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. എലിക്സർ ഹിൽസ്, അതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ വേറെ റിസോർട്ടുകളുണ്ട്. എലിക്സർ വുഡ്, റെയിൻ ഡ്രോപ്സ്, അങ്ങനെ വേറെ റിസോർട്ടുകളുണ്ട്. വലിയൊരു ഇറക്കമാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള റിസോർട്ടാണ് നമ്മുടേത്, എലിക്സർ ഹിൽസ്. ചെക്ക് ഇൻ ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാൻ റിസോർട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. ഈ റിസോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറുമായിട്ട് ഭയങ്കര ബ്ലെൻഡായിട്ടാണ് നിൽക്കുന്നത്. അതായത് ആ നേച്ചറിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും പ്രത്യേക ഭംഗിയാണ് കാണാൻ. മാത്രമല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ആ തനിമയും ട്രഡീഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ്, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ നല്ല വിലയുമാണ്. കൂടാതെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ഒരു വിൻറ്റേജ് ഓസ്റ്റിൻ കാറും കിടപ്പുണ്ട് കേട്ടോ. ചെക്കിനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് റിസോർട്ടൊന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു ഗൈഡുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സ്വിമ്മിംഗ് പൂൾ ആ ഡയറക്ഷനിലാണെന്നാണ് പുള്ളിക്കാർ കാണിച്ചു തരുന്നത്. ഒരു റിസോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടോയെന്നായിരിക്കും അല്ലേ. സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, ഇവിടെ ജിം ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ സ്പാ ഉണ്ട്, ഒരു ഗെയിമിംഗ് ഏരിയ ഉണ്ട്, കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗെയിമിംഗ് സ്ഥലമുണ്ട്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ മാക്സിമം നമ്മൾ കവർ ചെയ്തിരിക്കും. അതിനു മുന്നേ നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം. ആഹാ, അടിപൊളി. ഇത് ഹാൾ ഏരിയ ആണ്. ഇത് കട്ടിലല്ല കേട്ടോ, ഞാൻ ഓർത്ത് കട്ടിലാന്ന്. അതൊരു സോഫയാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നമുക്കൊരു ബാൽക്കണി വ്യൂ ഉണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടേക്ക് വ്യൂ വരുന്നൊരു ബാൽക്കണി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. രാത്രിയിൽ മഞ്ഞ് കയറി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ ഇതിലും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ചേച്ചിയുടെ ഒക്കെ റൂമിലെ ബാൽക്കണി ആയിരുന്നു കേട്ടോ. ഇവിടെ വേറൊരു കിണ്ണം കാച്ചി വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ, നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, വലിയ കാട്ടിൽ 2 പേര് എന്നിട്ട് മണ്ണ് കൊണ്ട് വീട് പണിതിട്ട് അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പണിയുന്നത്, അതുപോലെ ഉണ്ടല്ലേ കാണാൻ. പൂള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കൺട്രോൾ പോയി. തണുപ്പൊന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പായിരുന്നുകൊണ്ട് ചാടാൻ ചേച്ചിക്ക് കളിയിലും ചെറിയൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് ചാടി.
ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ പോലെ ഈ റിസോർട്ടിൻ്റെയും അതുപോലെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെയും ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ നേച്ചറോട്ട് അത്രയും ബ്ലെൻഡായിട്ട് കിടക്കുന്നതാണ്. ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കോടയൊക്കെ അടിച്ചു തുടങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ചെറിയൊരു വോക്കിന് പോയായിരുന്നു. നല്ലപോലെ തണുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ, സ്വിമ്മിംഗ് പൂളിന് തൊട്ടടുത്ത് തന്നെ. 5 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ലഞ്ചും ഡിന്നറും നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷേ നല്ല അടിപൊളി ഫുഡും കൂടെ കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സ്ഥലം ശ്രദ്ധിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, ഒരു ഹട്ട്. നിങ്ങൾ കപ്പിളായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നൈറ്റ് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുക. ഞാൻ സിംഗിൾ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് അളിയനെയും ചേച്ചീനെയും പിടിച്ചിരുത്തി. അങ്ങനെ നേരം വെളുത്തു. ഇന്നലെ നല്ല അടിപൊളി ഉറക്കം വരുന്നതുകൊണ്ട് എണീൻ്റെ അപ്പം തന്നെ താമസിച്ചു പോയി. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം രാവിലെ തന്നെ കോംപ്ലിമെൻ്ററി ഫുഡ് അടിക്കണം. റെസ്റ്റോറൻറ്റ് ചെന്ന് നോക്കിയപ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ, ഏതാ കഴിക്കേണ്ടത് തന്നെ കൺഫ്യൂഷനായിപ്പോയി. കിട്ടിയതൊക്കെ നോക്കി കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി, ഇവിടെ ഒരു ഫോറസ്റ്റ് വോക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിന് പോയേക്കാമെന്ന് വിചാരിച്ചു. പോയിട്ട് വരാം. ഫോറസ്റ്റ് വോക്കിന് ചേച്ചീനെയും കൊച്ചിനെയും കൊണ്ടുപോയില്ല. കാരണം പോകുന്ന വഴിക്ക് ചിലപ്പോൾ അട്ട കാണും. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിയില്ല. പോകുന്ന വഴി രസമുണ്ട് കേട്ടോ. 2 സൈഡും കാടും നടുക്കൂടെ കല്ലുപാകിയ വഴിയും വലിയ വലിയ മരങ്ങളും. കൂടാതെ കാടിൻ്റെ ആ സൗണ്ടോടെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ കിട്ടും. മാത്രമല്ല ഇവിടെ ഒരു പാലമുണ്ട്. ഇവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് പണിത ഒരു പാലമുണ്ട്. നല്ല രസമുണ്ട്. ഈ വേരുകളൊക്കെ പോലെ നമുക്ക് തോന്നും. നല്ല രസമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഗുഹയുണ്ട്. നമ്മുടെ കൊടൈക്കനാലിലെ ഗുണാക്കേവ് പോലൊരു ഗുഹയുണ്ട്. ഞാൻ കാണിച്ചു തരാം. സുഭാഷേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കേവ്. ഗുണാക്കേവ് പോലെ തന്നെ കമ്പിയിട്ട് മൂടിയിരിക്കുകയാണ്. എത്രത്തോളം ആഴമുണ്ടെന്നറിയില്ല. ഇതിന് താഴെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ളൊരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് സൈഡിൽ വലിയൊരു പാറയും. അതോട് ചേർന്ന് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. പക്ഷേ ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ ഇത്. ഈ വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായത്. അങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ പുള്ളിക്കാരനെ കണ്ടത്. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോയി. നമുക്ക് ചെക്കൗട്ട് ടൈം 11 മണിക്കാണ്. സോ അതിന് മുന്നേ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. നമ്മളിപ്പോൾ ലോബിയിലാണ് നിൽക്കുന്നത്. സോ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. സോ തൽക്കാലം റിസോർട്ടിനോട് ടാറ്റ. അങ്ങനെ നമ്മൾ റിസോർട്ടിനോട് ബായ് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ബ്യൂട്ടിഫുൾ ആലോടെ വ്യൂ കാണുന്നത്. നമ്മുടെ വിൻഡോസിൽ ഇങ്ങനൊരു വാൾപേപ്പർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു പുൽമൈതാനത്ത് ഒരുപാട് പശുക്കൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ടെ കരിയത്തുംപാറ പോലെയൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതാണ് മൂന്നാർ. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഒരു നല്ല വ്യൂ പോയിൻ്റ് കാണും. മൂന്നാറിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ പോയിൻ്റ് ഉള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, ഹിൽ സ്റ്റേഷൻ. ഇനീഷ്യലി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് വട്ടവട പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ 11-11:30 ആയി. സോ അവിടെ ചെന്നിട്ട് വട്ടവട നമുക്ക് ജീപ്പ് ട്രക്കിങ് ചെയ്ത് വേണം പോകാൻ. അതിന് സമയം കിട്ടുമെന്ന് അറിയില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കണ്ടിട്ട് തിരിച്ചു വരും. വട്ടവട മാത്രമല്ല, നമ്മുടെ പ്ലാനിൽ വേറെ സൈലൻറ്റ് വാലി എന്ന് പറയുന്നൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അനുവാദമൊക്കെ എടുത്ത് കുറച്ച് പ്രൊസീജിയറുണ്ട്. സോ വട്ടവട പ്ലാൻ ചെയ്തതിൻ്റെ കൂടെ ഞാൻ പ്ലാൻ ചെയ്തതാണ് സൈലൻറ്റ് വാലി. പക്ഷേ അത് നടന്നില്ല. നമുക്ക് പിന്നെ ഒരിക്കൽ നോക്കാം. ഹിൽ സ്റ്റേഷൻ റോഡിലെ ഏറ്റവും ആദ്യത്തെ സ്പോട്ടാണ് കേട്ടോ ഇത്, ഫോട്ടോ പോയിൻറ്റ്.
ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ. അഫ്കോഴ്സ് ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മൾ പോയ സ്ഥലത്തിനെ പറ്റി പിന്നീട് ഒരിക്കലും ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ. സോ എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് തന്നെ പോകാറുള്ളൂ. മാത്രമല്ല ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കൊണ്ട് ആർക്കും ഫോട്ടോ എടുക്കാൻ തോന്നാത്ത ആ ആകാശവും തേയിലത്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് തന്നെ വേണം പോകാൻ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്, അതുപോലെ നോർമൽ ബോട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാരാസെയിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പാരാസെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടയിൽ പാരച്യൂട്ട് പിടിപ്പിച്ചിട്ട് നമ്മളെങ്ങനെ ആകാശത്തൂടെ കൊണ്ടുപോകും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങ് ദൂരെ കൂടെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും ആണ്. അപ്പോൾ നമുക്ക് പാരാസെയിലിംഗ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൽ ചെയ്യാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് എക്കോ പോയിൻറ്റ്. എക്കോ പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു സൈഡിൽ യൂക്കാലി മരങ്ങളും നടുക്കൂടെ കുണ്ടലിലേക്കും. ഒരു പ്രത്യേക രസമാണ്. അവിടെ നമുക്ക് ഇതുപോലെ ബോട്ട് സർവീസും കയാക്കിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരുപാട് കടകളുണ്ട്. നമുക്ക് ചോക്ലേറ്റ്സ് വാങ്ങാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കടകളും അവിടെ ഉണ്ട്. നമ്മൾ റിസോർട്ടിൻ്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലേ? ഞങ്ങൾക്ക് 4 പേർ കൂടെ 12,000 രൂപയാണായത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണെന്ന് തോന്നി. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല. വീക്കെൻഡ് ആയിരുന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊന്നും നമുക്ക് വരാനേ പറ്റില്ല. ഭയങ്കര ബ്ലോക്കാണ് ഈ സമയത്ത് മൂന്നാറൊക്കെ. ഈ വഴിയാണ് നമ്മൾ എക്കോ പോയിൻറ്റിലേക്ക് പോകേണ്ടത്. എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻട്രൻസ് ഫീയുടെ റേറ്റ് കാണിച്ചു തരാം. എൻട്രൻസ് ഫീ മാത്രമല്ല, ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്നതാണ് എൻട്രൻസ് ഫീയും അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ ചാർജസും. ഇതാണ് നമ്മുടെ എക്കോ പോയിൻറ്റ്. അതോ ആ കാണുന്നതാണ് യൂക്കാലി മരങ്ങൾ. ഒരുപാട് പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ട്. പെഡൽ ബോട്ടിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ കയാക്കിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് പേര് ഇവിടുന്ന് പോകുന്നുണ്ട്. എക്കോ പോയിൻറ്റിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു. അടുത്ത ഡെസ്റ്റിനേഷനാണ് കുണ്ടള ഡാം. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്നാർ എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് 3 ആറുകൾ, അതായത് മുത്തിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അതിലെ കുണ്ടള ഡാമാണിത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ഗേറ്റ് പാസ് ഉണ്ട്. ഗേറ്റ് പാസ് എടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വീക്കെൻഡ് അല്ലാഞ്ഞിട്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാണാൻ ക്യൂട്ടാണെന്നുണ്ടെങ്കിലും ആളിച്ചിരി ഡേഞ്ചറാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് വിടും. സോ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചോണം. ഡാം ഓൾറെഡി തുറന്നു വിട്ടിരിക്കുകയാണ് തോന്നുന്നു. അതെ, തുറന്നു വിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡാം തുറന്നു വിട്ടിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. ആദ്യമായിട്ട് കാണാം. ഇവിടെ അത്യാവശ്യം നല്ല ഫോട്ടോ പോയിൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും യൂക്കാലി മരങ്ങളുണ്ട്. ഒരുപാട് കടകളുണ്ട്. ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് പാസ്സും ഉണ്ട്. അതുകൂടാതെ ഇതിനകത്തേക്ക് കടക്കാനും സെപ്പറേറ്റ് പാസ് ഉണ്ട്. എക്കോ പോയിൻറ്റിൽ കണ്ട പോലെ തന്നെ ഇവിടെയും പെഡൽ ബോട്ടും അതുപോലെ സ്പീഡ് ബോട്ടും എല്ലാം ഉണ്ട്. എന്നല്ലേ ഫ്രെയിം. ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ടോപ്പ് സ്റ്റേഷനാണ്. നിങ്ങൾ ഈ വ്യൂ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആകാശവും ആ തേയിലത്തോട്ടവും. ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്കാണ് ഏറ്റവും നല്ല മനോഹരമായ വ്യൂസ് നമുക്ക് കാണാൻ പറ്റുക. ലാലു അലക്സ് പറയുന്ന പോലെ മൂന്നാറിലെ വ്യൂ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ഏകദേശം എത്താറായി. ഇവിടെ വരെ ഉള്ളൂ നല്ല റോഡ്. ഇതിന് ശേഷം അത്യാവശ്യം മോശം റോഡാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം 3 മണിയായി. ഇനി വട്ടവട പോകാമെന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. ഇവിടുന്ന് ജീപ്പ് ട്രക്ക് ചെയ്ത് വേണം നമുക്ക് വട്ടവട പോകാൻ. മാത്രമല്ല ജസ്റ്റ് 1-2 മണിക്കൂർ കൊണ്ട് കാണേണ്ടതല്ല വട്ടവട. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സോ ഇനി ഒരു തവണ കൊണ്ട് നമ്മൾ വരും. 1-2 ദിവസം എടുത്ത് വട്ടവട എക്സ്പ്ലോർ ചെയ്യാം. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ എത്ര നടന്നാലും അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അത് മനോഹരമാണ്.
അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ്റെ അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. മൂന്നാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇനിയൊരു 100 തവണ വന്നാലും നമ്മൾ ഒരിക്കലും മടുക്കില്ല സ്ഥലം. അത്രയ്ക്ക് മനോഹരമാണ് മൂന്നാർ.